ഓം നമോ ഭഗവതേ. ഈ 16-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ പരീക്ഷിത്ത് രാജാവിനെ പറ്റി പറഞ്ഞത്, ഗണിച്ചപ്പോൾ എല്ലാവരും, അതായത് ആ ജ്യോതിഷന്മാർ പറഞ്ഞതുപോലെ അദ്ദേഹം സർവഗുണസമ്പന്നനും മഹാഭാഗവനും ഒക്കെ ആയിരുന്നു. ബ്രാഹ്മണന്മാരുടെ ഉപദേശം അനുസരിച്ച് രാജ്യത്തെയും പ്രജകളെയും പാലിച്ചു. ഇരാവതി എന്ന ഭാര്യയും, ഇരാവതി വന്ന ഉത്തരയുടെ ജ്യേഷ്ഠ പുത്രിയാണ്. ഉത്തര എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷത്തിന്റെ അമ്മയാണ്. ഇരാവതി എന്ന ഭാര്യയും 4 പുത്രന്മാർ ഉണ്ടായി. അതിൽ പ്രധാനി ജനമേജയനായിരുന്നു. വിധിപ്രകാരം അദ്ദേഹം 3 അശ്വമേധയാഗം നടത്തി. ആ യജ്ഞത്തിൽ ദേവന്മാർ തന്നെ പ്രത്യക്ഷമായിട്ട് വന്ന് ആവിർഭാവം സ്വീകരിച്ചു. അപ്പം ദിഗ്വിജയം, അങ്ങനെ ഓരോ സ്ഥലത്തും ദിഗ്വിജയത്തിന് പോയപ്പോൾ, അങ്ങനെ ചെയ്തപ്പോൾ ദുഷ്ടനായ കലിയെ നിലയ്ക്ക് നിർത്തിയായിരുന്നു. ഇത് കേട്ടപ്പോൾ ശൗനക മഹർഷി ചോദിക്കുന്നു, ആരാണ് ഈ കലി? കലിയെ അടക്കി നിർത്താൻ എന്താണ് കാരണം? ഈ ഒരു കഥയ്ക്ക് ഭഗവാനും പിന്നെ ഭക്തന്മാരുടെ കഥയാണോ, ഭഗവാന്റെ കഥയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേട്ടാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിന് ഉത്തരമായിട്ടാണ് സൂതൻ പറഞ്ഞു, തന്റെ രാജ്യത്ത് കലി പ്രവേശിച്ചുവെന്ന അപ്രിയ വാർത്ത കേട്ടിട്ട് കലിയെ നിഗ്രഹിക്കാനായി പുറപ്പെട്ടു. അങ്ങനെ ഭദ്രാശ്വം, കേതുമാലം തുടങ്ങിയ വർഷങ്ങൾ ചെയ്യുന്ന ആ ദിക്കിലെല്ലാം പോയപ്പോൾ ജനങ്ങൾ കൃഷ്ണന്റെയും ഭഗവാന്റെയും പാണ്ഡവന്മാരുടെയും കീർത്തിയെപ്പറ്റിയും അവർക്ക് ഭഗവാൻ പാണ്ഡവന്മാർക്ക് ചെയ്തു കൊടുത്ത നന്മകളെ പറ്റിയും അങ്ങനെ ഓരോ കഥകളും പറഞ്ഞു. പാണ്ഡവന്മാരുടെ കൃഷ്ണഭക്തിയെയും ഭഗവാന്റെ ആ വാത്സല്യത്തെയും എല്ലാം കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടിട്ട് സന്തുഷ്ടനായി തന്നെ യാത്ര തുടർന്നു. അപ്പൊ അവർക്കെല്ലാം സമ്മാനങ്ങളും കൊടുത്തു. സരസ്വതി നദീതീരത്ത് അപ്പോഴാണ് സരസ്വതി നദീതീരത്ത് കാളയുടെ രൂപം ധരിച്ച് ധർമ്മദേവനും പശുരൂപം ധരിച്ച ഭൂമിദേവിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള സംവാദമാണ് ഇപ്പോൾ. ഭൂമിദേവി കണ്ണീരൊഴുക്കി നിൽക്കുന്നത് കണ്ട് ധർമ്മദേവൻ ചോദിക്കുന്നു, ദേവിയുടെ ദുഃഖ കാരണം എന്താണ്? ദേവി എന്തിനാ ദുഃഖിച്ചിരിക്കുന്നത്? ചോദിക്കുന്നു. ധർമ്മദേവന് 3 കാലം നഷ്ടപ്പെട്ട് ഒരു കാലിലാണ് നിൽക്കുന്നത്. എന്റെ ഈ ഒറ്റക്കാല് കൊണ്ട് കണ്ടത് കൊണ്ടാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? പിന്നെ കലികാലത്ത് വരാൻ പോകുന്ന ദുരിതങ്ങളെ ഓർത്തിട്ടാണോ? എല്ലാത്തിനും അപ്പുറം കൃഷ്ണൻ ഈ ഭൂമിയെ വിട്ട് പോയത് കൊണ്ടാണോ? ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്നു. ഭൂമി മറുപടിയായിട്ട് പറയുന്നു, അവിടെ നിന്ന് പറഞ്ഞതെല്ലാം ശരിയാണ്, അതിനു വേണ്ടിട്ട് തന്നെ സങ്കടപ്പെടുന്നത്. പക്ഷെ അങ്ങയുടെയും എന്റെയും ജനങ്ങളുടെയും വരാൻ പോകുന്ന, അതായത് ഭൂമിയുടെയും ധർമ്മത്തിന്റെയും ജനങ്ങളുടെയും വരാൻ പോകുന്ന ആ കഷ്ടപ്പാടുകൾ ആലോചിച്ചാണ് ദുഃഖിക്കുന്നത്. പിന്നെ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവി ഭഗവാന്റെ കൂടെ അങ്ങ് പോയി. ഭഗവാന്റെ പാദങ്ങൾ ഭൂമിയിൽ ഇരുന്നപ്പോൾ ഞാൻ വളരെ സമ്പുഷ്ടയായിരുന്നു. അതായത് ഭൂമി സമ്പുഷ്ടയായിരുന്നു, ഐശ്വര്യ സമ്പുഷ്ടയായിരുന്നു. അതില്ലാതായപ്പോൾ, ഭഗവാൻ പോയപ്പോൾ അത് ഒന്നും ഇല്ലാതായി. ഇങ്ങനെ ഇവിടെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അടുത്ത് പരീക്ഷിത് മഹാരാജാവ് ആ സരസ്വതി നദീ തീരത്തിന്റെ അടുത്ത് എത്തിച്ചേരുന്നത്. അതാണ് ഈ അധ്യായത്തിലെ സാരാംശം. അത് പ്രതിപാദിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.